ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു പരിഹാരമായിട്ട് പ്രവർത്തിക്കുന്നതും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു സീഡാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കഴിയുന്ന ഒരു വിത്ത് കൂടിയാണ് ഇത്. ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന, എന്നാൽ നമ്മൾ വളരെയധികം നിസ്സാരമായിട്ട് കാണുന്ന പലതും ഒരുപാട് അസുഖങ്ങൾക്കുള്ള നല്ല മരുന്നുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സീഡിൻ്റെ ഉപയോഗ രീതികളും ഏതൊക്കെ അസുഖങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാമെന്നും അതുപോലെ ഇതുകൊണ്ടുള്ള നല്ലൊരു റെസിപ്പിയൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും. പല അസുഖങ്ങൾക്കും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഷുഗർ പോലെ BP പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആയിരിക്കും പലരും. അങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സൊക്കെ ആയിട്ട് വേറെയും പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സീഡാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപകാരമാവുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ് ഇത്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന എന്നാൽ വെറുതെ കളയുന്ന ഒന്നാണ് പുളിങ്കുരു. അപ്പോൾ ഈ പുളിങ്കുരുവിൽ പോളിഫെനോളിക് സംയുക്തങ്ങൾ, വൈറ്റമിൻ C, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഫൈബർ തുടങ്ങിയവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സഹായിക്കുന്നു. അതുപോലെ അൾസർ പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് സുഖപ്പെടാൻ വേണ്ടിയിട്ടും പുളിങ്കുരു കഴിക്കുന്നത് സഹായിക്കും. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പുളിങ്കുരു കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും പുളിങ്കുരു വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുളിങ്കുരു കഴിക്കുന്നത് നല്ലൊരു പരിഹാരമാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പുളിങ്കുരു നല്ലതാണ്. അതുപോലെ തന്നെ അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പുളിങ്കുരു കഴിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. ഉറക്കക്കുറവ് നേരിടുന്നവർക്ക് നല്ല ഉറക്കം ലഭിക്കാൻ വേണ്ടി പുളിങ്കുരു കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ദഹന സംബന്ധമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പുളിങ്കുരു നല്ലൊരു പരിഹാരമാണ്. ഇത് കഴിക്കുന്നത് മലബന്ധം ലഘൂകരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ശരീരത്തിലുണ്ടാവുന്ന വീക്കങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കഴിവും പുളിങ്കുരുവിന് ഉണ്ട്. പുളിങ്കുരു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പുളിങ്കുരു സഹായിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചശക്തി നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പുളിങ്കുരു കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും. അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും പുളിങ്കുരു കഴിക്കുന്നത് സഹായിക്കും. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാനുള്ള കഴിവും ഇതിന് ഉണ്ട്. പുളിങ്കുരുവിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുഖക്കുരുവിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഇത്. ഇത് പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് ഒരു മാസ്ക് പോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളിൽ നിന്ന് രക്ഷ നേടാനും പുളിങ്കുരു സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കും. പെട്ടെന്ന് പ്രായം തോന്നിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കും. പുളിങ്കുരുവിൻ്റെ പേസ്റ്റ് ഫ്രാക്ചേർഡ് ബോൺസിന് കാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഡ്രൈ ഐസിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിൻ്റെ പുറന്തോട് ടെക്സ്റ്റൈൽസ്, ലെതർ, പ്ലൈവുഡ് അഡ്ഹെൻസീവ്സിന് ഉപയോഗിക്കുന്നു. പുളിങ്കുരു പൊടിച്ചിട്ട് കാലിത്തീറ്റയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പുളിങ്കുരുവിൻ്റെ പുറന്തോട് ഡൈ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ ടാൻ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഇനിയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഗൂഗിളിലും അതുപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ നല്ലൊരു റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗൾ നിറയെ പുളിങ്കുരു എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളത്ര അളവിൽ നമുക്കിത് എടുക്കാവുന്നതാണ്.
ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. പുറന്തോടൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി വരണം. അതുവരെ നമ്മളിത് വറുത്തെടുക്കണം. തുടരെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. എന്നിട്ട് നല്ലപോലെ തണുക്കാനായിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ബദാം കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി 1/2 കപ്പ് അരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ പുളിങ്കുരു തോടൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടും നനവില്ലാത്ത നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂണ് ചെറിയ ജീരകം ചൂടാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വച്ച ബദാം ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വച്ചിരിക്കുന്ന പുളിങ്കുരുവും 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം ശർക്കര ചീകിയെടുത്തതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ട് എടുക്കാം. എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഒരുപാട് നട്ട്സൊക്കെ ചേർത്തും നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത്. ഇനി പുളിങ്കുരുവൊന്നും നമ്മളാരും വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.